ഒരുപാട് പേരുണ്ട്, ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നത്. ഇതിൽ നിന്ന് എങ്ങനെ റിക്കവർ ആകും, എന്താണ് ചെയ്യേണ്ടത്, ഈ സങ്കടത്തിനൊരു പരിഹാരമില്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കുക, ഒരു റൂം ഫുള്ളായിട്ട് ഇരുട്ടിരിക്കുക, നിറയെ ഇരുട്ടാണ്. അപ്പോൾ ആ ഇരുട്ടിനകത്ത് നമ്മൾ നിന്നാൽ നമ്മളവിടെ നിന്ന് വട്ടം കറങ്ങുവാണ്. അപ്പം നമ്മൾ അന്വേഷിക്കുന്നത് എന്താ? എവിടെയെങ്കിലും ഒരു വെളിച്ചം കിട്ടാനുള്ള മാർഗ്ഗമുണ്ടോ? അതല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ജനൽ തുറന്നിട്ട് നോക്കും, എന്നിട്ട് നമുക്ക് വെളിച്ചം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എല്ലാം അന്വേഷിക്കും. എന്തെങ്കിലും വെളിച്ചം, തീപ്പെട്ടിയെങ്കിലും കിട്ടിയിരുന്നെങ്കിലും എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ എല്ലാം അന്വേഷിക്കും. ആ അന്വേഷണത്തിൻ്റെ ഒടുവിൽ അത് എങ്ങനെയെങ്കിലും നമ്മുടെ ആ മനസ്സിൻ്റെ ആഗ്രഹമാണ് അത് കണ്ടെത്തണമെന്നുള്ളത്. അപ്പം നമുക്കത് എവിടെ നിന്നെങ്കിലും നമ്മളത് എടുക്കും എന്നുള്ളതാണ്. കാരണം വെളിച്ചം വേണമെന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് സന്തോഷം വേണമെന്ന് നമ്മുടെ മനസ്സിലെ ആഗ്രഹം എത്രത്തോളം ഉണ്ടോ അത് അനുസരിച്ച് നമുക്ക് സന്തോഷം വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ദുഃഖത്തിൽ കിടന്ന് നമ്മളിങ്ങനെ വിഷമിക്കുമ്പോൾ എനിക്ക് ഈ ദുഃഖം മാത്രമേ ഉള്ളൂ, ഇതിൽ നിന്ന് എനിക്ക് റിക്കവർ ആകാൻ പറ്റത്തില്ല എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് മോചനം കിട്ടത്തില്ല. അപ്പം എനിക്കിതിൽ നിന്ന് പുറത്ത് കിടക്കണം, ഇതൊന്നും ഒരു ദുഃഖമേ അല്ല. അങ്ങനെ നമ്മളത് ചിന്തിച്ച് നോക്കിക്കുക. ഏതൊരു കാര്യത്തിലും നമുക്ക് പുറത്ത് കിടക്കാൻ നമ്മുടെ ഉള്ളിലൊരു ശക്തിയുണ്ട്. എത്ര വലിയ ദുഃഖമാണേലും അതിനെ സന്തോഷമാക്കിയെടുക്കാനുള്ള ഒരു ശക്തി, ഒരു ഊർജ്ജം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളത് കണ്ടെത്താത്തതാണ്. ഒരു ബെഡ് പേഷ്യൻ്റ് ആണെങ്കിൽ പോലും അവരുടെ ഉള്ളിലും ആ ഊർജ്ജമുണ്ട്. കാരണം ആ കിടക്കുന്ന കിടപ്പിൽ പോലും അവർക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഉള്ളിലെ ഇച്ഛാശക്തി നമ്മൾ പുറത്തെടുക്കുക. എനിക്ക് സന്തോഷം വേണം, എനിക്ക് കാണുന്ന എല്ലാത്തിലും എനിക്ക് സന്തോഷിക്കണം, അങ്ങനെ ഒരു ചിന്ത നമുക്ക് വന്നു കഴിയുമ്പോൾ അതിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ ഇച്ഛാശക്തി. എനിക്ക് സന്തോഷമാണ്, എനിക്ക് ഈ കാണുന്നതെല്ലാം ഇതിൽ ഓരോന്നിലും എനിക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയും. അങ്ങനെ നമ്മൾ ചിന്തിക്കുക. നമ്മുടെ പോരായ്മകളെക്കുറിച്ചും നമ്മുടെ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്തും നമ്മൾ സങ്കടപ്പെടുന്നത്. പക്ഷേ നമുക്ക് ഉള്ള നന്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണല്ലോ, എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരുപാട് മേഖലകളുണ്ട്, എനിക്ക് അവിടെ എത്താൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് പിടിച്ചടക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെന്നെക്കൊണ്ട് കഴിയും. ഇങ്ങനെ നമ്മൾ നിരന്തരം ഒന്ന് പറഞ്ഞു നോക്കിക്കുക, നമ്മുടെ മനസ്സിലേക്ക് അതിനെ ഒന്ന് ഉറപ്പിച്ച്, എന്നിട്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഏത് ദൈവത്തെയാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തെ, ആ ശക്തിയെ നമ്മൾ ശരിക്കും മനസ്സിലേക്ക് കൊണ്ടുവന്നൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കുക. എനിക്ക് ഇന്ന കാര്യങ്ങൾ നടക്കണം, അല്ലെങ്കിൽ എൻ്റെ മനസ്സെപ്പോഴും ഹാപ്പി ആയിരിക്കണം, അത് നടക്കാതിരിക്കത്തില്ല, അതിന് 100% ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം അങ്ങനെ രക്ഷപ്പെട്ട ഒരുപാട് ആൾക്കാരെ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. നമ്മുടെ ഉള്ളിലെ ഇച്ഛാശക്തി, നമ്മുടെ ഉള്ളിലെ പ്രാർത്ഥന, നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹം, ഇതെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ നമ്മൾ ശരിക്കും വേറൊരാളായി മാറും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക.